എല്ലാവർക്കും നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മലയാളികൾക്കും ഐശ്വര്യപൂർണമായ ഒരു ഓണം ആശംസിക്കുന്നു. സിന്ധു ഭൈരവിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിന്ധു അരുൺ. ഇന്ന് നമുക്ക് ഒരു ഓണപ്പാട്ട് പഠിക്കാം. ചിത്രചേച്ചി പാടിയിട്ടുള്ള അത്തപ്പൂവേ ചിത്തിരപ്പൂവേ എന്ന ഗാനമാണിത്. നല്ല ഒരു പഴയ ഒരു ഓണപ്പാട്ടാണിത്. ഒരുപാട് പേർക്ക് പാടി പരിചയമുള്ള ഗാനമാണ്. എന്നിരുന്നാലും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു എപ്പിസോഡ്. അറിയാവുന്നവർക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പാടണമെന്നുണ്ടെങ്കിൽ ഇത് സഹായകമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പാട്ട് എഴുതിയത് ശ്രീ പി ഭാസ്കരൻ മാഷാണ്. സംഗീതം കൊടുത്തിരിക്കുന്നത് ശ്രീ രവീന്ദ്ര ജെയിൻ ആണ്. ഇതിന് പ്രത്യേകിച്ചൊരു രാഗം പറയാനായിട്ട് ഇല്ല. ഒരു സ്പെസിഫിക് രാഗത്തിൽ അല്ല ഇത് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഇതിനകത്തൊരു രാഗം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല, ഞാൻ എൻ്റെ മുതിർന്ന 1-2 സുഹൃത്തുക്കളോടും ഗുരുസ്ഥാനീയരായിട്ടുള്ളവരോടും ഇതിൻ്റെ രാഗത്തിനെ പറ്റി ഞാൻ അന്വേഷിച്ചിരുന്നു. അപ്പം അവർക്കും ഒന്നും പറയാൻ സാധിച്ചിട്ടില്ല. നമുക്കിത് ഇന്ന് പാട്ട് അതുകൊണ്ട് പാടി അങ്ങ് പോകാം. പഠിച്ച് അപ്പം നൊട്ടേഷൻ ഇല്ലാതെ അങ്ങ് പഠിച്ചു പോകാം. ഇതിൻ്റെ ഒറിജിനൽ ശ്രുതി വരുന്നത് ഇ ആണ്. ഞാൻ ഡി ആണ് എടുത്തിരിക്കുന്നത്. തുടക്കത്തിലൊരു ഹമ്മിങ് ആണ്. ഓ വെച്ച് പാടുന്ന ഒരു ഓ ഓ ഓ ഓ ഓ അങ്ങനെ 2 എണ്ണം. ഓ ഓ ഓ അത്രയും പാടിക്കഴിഞ്ഞിട്ട് വീണ്ടും ഒരു BGMന് ശേഷം വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നു. ഓ ഓ ഓ ഓ ഇത്രയുമാണ്. എനിക്ക് തോന്നുന്നു കരോക്കെ വെച്ച് പാടുമ്പോഴത്തേക്ക് ഈ കോറസ് പോർഷൻ അതിൽ ഉണ്ടാകും. അപ്പോൾ പാടണമെന്നുള്ളവർക്ക് പാടാം. ഒന്നുകൂടെ ഓ ഓ ഓ ഓ നമുക്ക് പാട്ടിലേക്ക് കടക്കാം. അത്തപ്പൂവേ ചിത്തിരപ്പൂവേ അത്തപ്പൂവേ ചിത്തിരപ്പൂവേ പാപ പാപ അവിടെ നിൽക്കും. പഞ്ചമത്തിലാണ് നിൽക്കുന്നത്. അത്തപ്പൂവേ ചിത്തിരപ്പൂവേ ഇത്ര പാപ ഇത്ര നാളെങ്ങു പോയി ഇത്ര അത് ഫാസ്റ്റായിട്ട് വരും. ഇത്ര നാളെങ്ങു പോയി അത്തപ്പൂവേ ചിത്തിരപ്പൂവേ ഇത്ര നാളെങ്ങു പോയി. ഓ ഓ സമഗ ഗമ. നോട്ട് അതായത് ഒരു നോട്ടിലായിരിക്കുമല്ലോ ഇത് പാട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ സപ്തസ്വരം എന്ന് പറയുന്ന അതിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ പാട്ടുകളും ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു രാഗം ബേസ് ഒരു അല്ലാന്നേ ഉള്ളൂ. നോട്ട്സ് അതിനകത്ത് എന്തായാലും ഉണ്ടാവും. ഓ അത്തപ്പൂവേ ചിത്തിരപ്പൂവേ ഇത്ര നാളെങ്ങു പോയി. ഓ അത്തപ്പൂവേ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യും. എങ്ങു പോയി. അടുത്തത് പുരളിമല കോവിലിൽ പുരളിമല ഗഗമപനി പുരളിമല കോവിലിൽ പുരളിമല കോവിലിൽ പൂജ ചെയ്യാൻ പോയോ പൂജ ചെയ്യാൻ പോയോ നീ ചെയ്യാൻ
അപ്പം പുരളിമല കോവിലിൽ പൂജ ചെയ്യാൻ പോയോ, വയനാടൻ കാവുകളിൽ കളമെഴുതാൻ പോയോ, വയനാടൻ കാവുകളിൽ കളമെഴുതാൻ പോയോ യോ. അവിടെ എൻഡിൽ ഇച്ചിരി ഫാസ്റ്റായിട്ട് വരും. മപ മപ ഗമപ യോ, വയനാടൻ കാവുകളിൽ കളമെഴുതാൻ പോയോ അത്തപ്പൂവേ. അങ്ങനെ വരും. അതാണ് പല്ലവി വരുന്നത്. പുരളിമല കോവിലിൽ പൂജ ചെയ്യാൻ പോയോ, വയനാടൻ കാവുകളിൽ കളമെഴുതാൻ പോയോ അത്തപ്പൂവേ. അത്തപ്പൂവേ ചിത്തിരപ്പൂവേ ഇത്ര നാളെങ്ങു പോയി, ഓ അത്തപ്പൂവേ. ഇത്രയും പാടിയിട്ട് എൻഡിൽ വരുമ്പം ഓ ചിത്തിരപ്പൂവേ, ഓ സാനിപമ, ഓ ചിത്തിരപ്പൂവേ. അത്രയാണ് പല്ലവി വരുന്നത്. അതിന് പല്ലവി കഴിക്കും മുന്നേ ഒരു ഓ ഉണ്ട്, നമുക്ക് നോക്കാം. ഓ ഓ ഓ അതാണ് ഓ. അതിന് പല്ലവി ഒത്തിരി ഒത്തിരി ദൂരെ ചുറ്റുമലയുടെ ചാരെ, ഒത്തിരി ഒത്തിരി ദൂരെ ചുറ്റുമലയുടെ ചാരെ, ഒത്തിരി ഒത്തിരി ദൂരെ, ഒത്തിരി ഒത്തിരി ദൂരെ ചുറ്റുമലയുടെ ചാരെ. അടുത്ത വരി കൊയ്ത്തും മെതിയും നടക്കുന്ന കാലത്ത് പുത്തരിയുണ്ണാൻ പോയി, കൊയ്ത്തും മെതിയും നടക്കുന്ന കാലത്ത് ഒരേ നോട്ടിൽ നിൽക്കും. കൊയ്ത്തും മെതിയും നടക്കുന്ന കാലത്ത് പുത്തരിയുണ്ണാൻ പോയി. അടുത്ത വരി തെന്മലതൻ മേലെ, തെന്മലതൻ മേലെ തേൻ കുടിക്കാൻ പോയി, തെന്മലതൻ മേലെ തേൻ കുടിക്കാൻ പോയി, പീലി നീർത്തും മയിലുമൊത്ത് കേളിയാടാൻ പോയി, പീലി നീർത്തും മയിലുമൊത്ത് കേളിയാടാൻ പോയി അത്തപ്പൂവേ. തെന്മലതൻ മേലെ തേൻ കുടിക്കാൻ പോയി, പീലി നീർത്തും മയിലുമൊത്ത് കേളിയാടാൻ പോയി അത്തപ്പൂവേ. അത്തപ്പൂവേ ചിത്തിരപ്പൂവേ ഇത്ര നാളെങ്ങു പോയി, ഓ അത്തപ്പൂവേ, ഓ ചിത്തിരപ്പൂവേ. തുണ്ടുപല്ലവി പാടിക്കഴിഞ്ഞ ഉടനെ ഒരു ഹമ്മിങ് ആണ് വരുന്നത്. പൂവേ പൂവേ പോലെ പൂവേ പൂവേ പോലെ പൂവേ പൂവേ പോലെ തലപ്പൊലി ഓയ്. മനസ്സ് അങ്ങനെ പാടിയിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. പൂവേ 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 പോലെ പൂവേ പൂവേ പോലെ പൂവേ പൂവേ പോലെ തലപ്പൊലി. മുറ്റത്തെ മുക്കു
വരും ചരണം. മുറ്റത്തെ മുക്കുറ്റിപ്പൂവേ ഇത്ര നാളെങ്ങു പോയി, മുറ്റത്തെ മുക്കുറ്റിപ്പൂവേ ഇത്ര നാളെങ്ങു പോയി, മുറ്റത്തെ മുക്കുറ്റിപ്പൂവേ ഇത്ര നാളെങ്ങു പോയി. അനുപല്ലവിയിൽ വന്ന അതേ വ്യത്യാസമാണ് ഇവിടെ വരുന്നത്. മുറ്റത്തെ മുക്കുറ്റിപ്പൂവേ ഇത്ര നാളെങ്ങു പോയി, ആ പൂവേ എന്നുള്ള പോർഷനിൽ ചെറിയ വ്യത്യാസം. മുറ്റത്തെ മുക്കുറ്റിപ്പൂവേ ഇത്ര നാളെങ്ങു പോയി, നാടു കാണിച്ചൂരം കേറിക്കടന്ന് നീ നാട് കാണാൻ പോയോ, നാടു കാണിച്ചൂരം കേറിക്കടന്നു നീ നാട് കാണാൻ പോയോ, നീലിമല മേലെ പാല പൂത്ത കാലം ചൂട് വെച്ച തോടരത്ത് പാടിയാടാൻ പോയോ അത്തപ്പൂവേ. അനുപല്ലവി പോലെ വരും. നീലഗിരി മേലെ പാല പൂത്ത കാലം ചൂട് വെച്ച തോടരത്ത് പാടിയാടാൻ പോയോ അത്തപ്പൂവേ, അത്തപ്പൂവേ ചിത്തിരപ്പൂവേ ഇത്ര നാളെങ്ങു പോയി, ഓ അത്തപ്പൂവേ ഓ ചിത്തിരപ്പൂവേ. പാട്ടിന് ഞാൻ നൊട്ടേഷൻ നോട്ട്സ് എഴുതിയെങ്കിലും എനിക്ക് ആ രാഗം സ്പെസിഫിക് ആയിട്ട് പറയാൻ കിട്ടാത്തത് കൊണ്ട് രാഗം ഒരു സ്പെസിഫിക് രാഗത്തിൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ നോട്ട്സ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഇത്തരത്തിൽ എല്ലാവർക്കും പാടാൻ സാധിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഇത് പാടാൻ ആഗ്രഹമുള്ളവർക്ക്, ഈ പാട്ട് പാടാൻ ആഗ്രഹമുള്ളവർക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെ ഒരു ഓണം വീണ്ടും ആശംസിക്കുന്നു. അടുത്ത ഒരു എപ്പിസോഡിൽ ഒരു നല്ലൊരു ഗാനവുമായിട്ട് കാണാം. താങ്ക് യു.